ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിപ്പാൻ ഈ ഭൂമിയിൽ നമുക്ക് ഓരോ ദിവസവും സമ്മാനിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ നന്മകൾക്കും ദൈവത്തിൻ്റെ ഉപകാരങ്ങൾക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരു ദിവസം മാത്രമല്ല, ആ ദിവസത്തേക്ക് വേണ്ട നന്മയും കൂടെ നമുക്കായി കരുതി വെച്ച് ഓരോ ദിവസവും ധന്യത നമുക്ക് സമ്മാനിക്കുന്ന ദൈവത്തിന് സന്തോഷമുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഒപ്പം ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവവചന ധ്യാനത്തിനു വേണ്ടി പരിചിതമായിരിക്കുന്നൊരു വേദഭാഗത്തു നിന്നൊരു കൊച്ചു വാക്യം വായിച്ച് നിങ്ങളോട് ദൈവത്തെക്കുറിച്ച് പറയാൻ ഞാൻ ഇന്നും വെമ്പൽ കൊള്ളുകയാണ്. 107 സങ്കീർത്തനം 8 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 107 അതിൻ്റെ 8 വാക്യം. അവർ യഹോവയെ അവൻ്റെ നാമത്തെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. 107 സങ്കീർത്തനത്തിനകത്ത് ആവർത്തിച്ചു വരുന്നൊരു വാക്കാണ്. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ എന്ന വാക്ക് ഈ സങ്കീർത്തനത്തിൽ ഒന്നല്ല രണ്ടല്ല അതിലധികം പ്രാവശ്യം ആവർത്തിച്ചു വരുന്നതാണ്. തിരുവെഴുത്തിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനം അനേക ഭക്തന്മാർ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾക്കകത്ത് സങ്കീർത്തന രചയിതാക്കൾ, പ്രത്യേക ദാവീദ് അനേക പ്രാവശ്യം ജനത്തോട് പറയുന്നുണ്ട്, തൻ്റെ വായനക്കാരോട് പറയുന്നുണ്ട്, ദൈവത്തെ സ്തുതിപ്പീൻ, ദൈവത്തെ സ്തുതിപ്പീൻ എന്ന് ഒട്ടനവധി പ്രാവശ്യം. മനുഷ്യനെ സംബന്ധിച്ച് ദൈവോന്മുഖമായി ജീവിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിപ്പാൻ കടപ്പെട്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. മാത്രമല്ല, ദൈവം ആരെന്ന് തിരിച്ചറിയുന്നവർക്കാണ് ദൈവത്തെ സ്തുതിപ്പാൻ, നന്നായി സ്തുതിപ്പാൻ മുഖാന്തരമാകുന്നത്. ദൈവത്തെ അറിയാത്ത ഒരാൾക്ക് യാന്ത്രികമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റിയേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ നന്മകൾ, ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ലോകമറിയണം, മനുഷ്യരറിയണം. എങ്കിൽ മാത്രമേ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാൻ കഴിയുകയുള്ളൂ. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വായിച്ച വാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഏത് കാരണത്തിനും അല്ലെങ്കിൽ ഏത് കാര്യത്തിനും ഒരു കാരണം കാണണമല്ലോ. എന്തിനാണ് സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി വിശുദ്ധ ബൈബിൾ നൽകുന്നുണ്ട്. ഒരിക്കലും തിരുവെഴുത്ത് മനുഷ്യനെ അടിച്ചേൽപ്പിച്ച് സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ നിർബന്ധിക്കുന്നതല്ല. ഒരിടത്ത് പോലും ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി സ്തുതിപ്പിച്ചേ അടങ്ങത്തുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. ദൈവത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ആ വക കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുമില്ല. ഈ വാക്യത്തിനകത്ത് വ്യക്തമായ കാരണം എഴുതിയിരിക്കുകയാണ്. കാരണം ഇതാണ്: മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അപ്പോൾ മനുഷ്യപുത്രന്മാർ, ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവമായിട്ട് മനുഷ്യരും മനുഷ്യപുത്രന്മാരും, ഇങ്ങനെ 2 വാചകങ്ങൾ തിരുവെഴുത്തിനകത്തുണ്ട്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു പൊതുവായ കോമണായ വാക്കാണ്. ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ ജീവിച്ചിരിക്കുന്നവരെല്ലാം പൊതുവിൽ വിളിക്കുന്നത് മനുഷ്യരെന്നാണ്. എന്നാൽ ബൈബിൾ മനുഷ്യപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം, ആ ചിന്ത ശ്രദ്ധേയമാണ്. മനുഷ്യപുത്രന്മാർ, അത് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെയാണ് കൂടുതലും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തെ അനുസരിച്ച്, ദൈവം പറയുന്നത് കേട്ട് ഈ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവത്തെ അനുസരിപ്പാനും ദൈവത്തിൻ്റെ കാര്യനിർവഹണത്തിന് വേണ്ടി മനസ്സോടെ സമ്മതിച്ച് ദൈവത്തിന് വിധേയപ്പെട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ആളുകളെ തിരുവെഴുത്ത് വിളിക്കുന്നൊരു പേരാണ് മനുഷ്യപുത്രന്മാർ. അപ്പോൾ ദൈവത്തെ അനുസരിച്ചാൽ, ദൈവത്തെ വിശ്വസിച്ചാൽ, ദൈവഹിതം ചെയ്താൽ, ദൈവം പറയുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങിയാൽ അവരെ മനുഷ്യരുടെ ഗണത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരുടെ ഗണത്തിലേക്ക് ദൈവമായ കർത്താവ് ഉയർത്തും. അവരുടെ ജീവിതത്തിൽ മനുഷ്യപുത്രന്മാർ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ തിരുവെഴുത്തിനകത്തുണ്ട്. പ്രിയരെ,
മനുഷ്യർക്ക് വേണ്ടി ഈ ഉലകത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാണുന്നതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഭൂമി ദൈവം മനുഷ്യർക്ക് വേണ്ടി കൊടുത്തിരിക്കുക. ഈ ഭൂമി ലോകത്തിലെ മറ്റൊരു ഗ്രഹത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണെന്നാണ് സയൻസ് നമുക്ക് ബോധ്യമാക്കി തരുന്നത്. മനുഷ്യർക്ക് വേണ്ടി കൊടുത്തതാണ് ഏറ്റവും പ്രകൃതി രമണീയം. ഇവിടുത്തെ എല്ലാ സിസ്റ്റവും അതുപോലെ തന്നെയാണ്. എന്നാൽ മനുഷ്യപുത്രന്മാർക്ക് ഈ ഭൂമിയിൽ വെച്ച് സാധാരണക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവമായ കർത്താവ് കൊടുക്കും. അതിന് തിരുവെഴുത്ത് വിളിച്ചിരിക്കുന്ന പേരാണ് മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങൾ. അവരിൽ അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ, അടയാളങ്ങൾ നടക്കാം. ദൈവം അവർക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും കരയറ്റണമെന്നാണ് ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം. ഇതിന്നിവിടെ വായിച്ച് ഈ കാര്യം പറയുമ്പോൾ ഒരത്ഭുതം നടക്കാനുള്ള സാധ്യത അത് ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ ഓർപ്പിക്കുകയാണ്. ആർക്കാണ് ആഗ്രഹമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവിക അത്ഭുതം നടക്കണം, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകണം, എൻ്റെ വിഷയത്തിൽ ദൈവം ഒരു മറുപടി നൽകണം, എൻ്റെ കാര്യത്തിൽ ദൈവഹിതം നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ആരാണ് ഭക്തന്മാരുടെ ഗണത്തിലില്ലാത്തത്? എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരത്ഭുതം കാണാനുള്ള കൊതി കൊണ്ടല്ല, എനിക്കും ദൈവം എങ്ങനെ ചെയ്തു എന്ന് പറയാനുള്ള അത്യാഗ്രഹം കൊണ്ടുമല്ല. അതൊക്കെ നമ്മുടെ കടപ്പാടിൻ്റെ ഭാഗമായി തന്നെ കരുതുക. പിന്നെയോ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു കണക്കിന് ന്യായമായിട്ടും അതുപോലെ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടും അധികാരികളുടെ അടുക്കൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടും പലപ്പോഴും നമുക്കത് എത്രത്തോളം ഗുണം വരും എന്നറിയാൻ വയ്യാതിരിക്കുന്ന സാഹചര്യത്തിലും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമാക്കി മാറ്റിയ എത്രയോ സന്ദർഭങ്ങളുണ്ടെന്നറിയാമോ? അപ്പം ഒരു അത്ഭുതം നടക്കാൻ, മനുഷ്യ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ, എൻ്റെ നിങ്ങളുടെ വിഷയത്തിലൊരു അത്ഭുതം നടക്കാൻ ഒരു മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതൊരു സ്വാഭാവികമാണ്. എന്നാൽ മനുഷ്യപുത്രൻ എന്ന വാക്കിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ട് വരുന്നത് വിദ്യാഭ്യാസ യോഗ്യതയല്ല, കുടുംബശ്രേഷ്ഠതയല്ല, നമ്മൾ ഒരു കുറേ കാലത്തെ എക്സ്പീരിയൻസ് അല്ല. അങ്ങനെയൊക്കെ ലോകത്തിൽ മനുഷ്യർക്ക് പല പദവികളും കിട്ടും അല്ലേ? ഒത്തിരി ആളുകളെ പ്രായമാകുമ്പോൾ ആദരിക്കും. അവർക്ക് ചില പദവികൾ സമുദായങ്ങളും സമൂഹങ്ങളും മതങ്ങളും സഭകളും എല്ലാം കൊടുത്ത് ആദരിക്കും. പേട്രൻ ആക്കി പലരെയും ആക്കി വയ്ക്കും. ഉയർന്ന ഒരു പ്രായമാകുമ്പോൾ ഒത്തിരി പരിചിതനായിരിക്കുന്ന ഒരാളെ ആദരിക്കുന്നതാണ്. ചിലപ്പോൾ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ അവരെ ഒരു പദവിയിലേക്ക് എത്തിക്കാം, പക്വതയുള്ളവരെ. പക്ഷേ മനുഷ്യപുത്രൻ എന്ന പദവി അത് ഈ പറഞ്ഞതുപോലെ പഠിച്ചോ പണം കൊടുത്തോ ഒന്നും നേടുന്നതല്ല. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ അതിങ്ങനെ പ്രായമായി മുതുക്കനായി കഴിയുമ്പോൾ അവസാനത്തെ ഒരു 2-3 മാസം വയ്യാത്ത അപ്പച്ചനെ വിളിച്ചുകൊണ്ട് വന്ന് കസേലയിലിരുത്തി ആളുകളുടെ നടുവിൽ വെച്ച് പൊന്നാട അണിയിച്ച് ഒരു പദവി കൊടുക്കുന്നത് പോലെ ഇത്രയും കാലത്തെ പഴക്കം കൊണ്ട് കൊടുക്കുന്നതല്ല. ഏത് പ്രായക്കാർക്കും മനുഷ്യപുത്രനാകാം. ആ പദവിയിലേക്ക് നമ്മൾ ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവം പറയുന്നത് കേട്ട് ആ വിധത്തിൽ ദൈവീകമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഉയർച്ചയാണ്. വേദപുസ്തകത്തിൽ പലരെയും മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് ഇറങ്ങി വന്നേ അന്ന് തന്നെ വിളിച്ചതല്ല. കുറേ കാലങ്ങൾ അവരെ പരിശോധിച്ച് അനന്തരം ദൈവമിട്ടതാണ് അവർക്ക് ആ പേര് മനുഷ്യപുത്രന്മാർ. ആ ഒരു പദവിയിലേക്ക് നമ്മളെത്തണം. അതിന് ദൈവത്തിൽ ആശ്രയിക്കണം, അത് ദൈവത്തെ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പദവിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കും. ഞാനിങ്ങനെ പറഞ്ഞ് ചുരുക്കാൻ ശ്രമിക്കട്ടെ. ഇത് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ പലരും പങ്കെടുക്കുന്നുണ്ടെന്നറിയുന്നു. ധന്യത വരുത്തട്ടെ. പക്ഷേ ഈ പ്രാവശ്യം മനുഷ്യൻ എന്ന ലെവലിൽ നിന്ന് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ നിങ്ങൾ വേദപുസ്തകത്തിൽ ഒന്ന് അന്വേഷിച്ച് നോക്ക്. മനുഷ്യപുത്രൻ, ആ ഒരു പദവിയിലേക്ക് സ്വർഗസ്ഥനായ ദൈവം നമ്മളെ ഉയർത്തട്ടെ. അതുമാത്രമല്ല, ആ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നമ്മളിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങട്ടെ. അങ്ങനെ ദൈവം ചെയ്യും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കാൻ ഏറ്റവും എളുപ്പം മനുഷ്യപുത്രന്മാരുടെ ഗണത്തിൽ നമ്മെ തന്നെ നാം സമർപ്പിക്കുക. അവർക്ക് വേണ്ടി, മനുഷ്യപുത്രന്മാർക്ക് വേണ്ടി ദൈവമായ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒന്നാഗ്രഹിക്കുക, എനിക്ക് വേണ്ടി, എൻ്റെ വിഷയത്തിന് വേണ്ടി ഒരത്ഭുതം.
ഞാൻ സാധാരണക്കാരനാണ്. പക്ഷെ തിരുവചനം അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നിലൊരു അധികാരം, എന്നിലൊരു അവകാശം ഒക്കെ ഞാൻ കാണുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് നമുക്കൊരുമിച്ച് അത്ഭുതങ്ങൾക്കായി പ്രതീക്ഷിക്കാം. മനുഷ്യപുത്രന്മാർ ശ്രദ്ധിച്ചു, നിങ്ങളിൽ അത്ഭുതങ്ങൾക്ക് സാധ്യതയുണ്ട്. മനുഷ്യപുത്രന്മാർ ആകാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിച്ചു, നിങ്ങളുടെ ജീവിതം അത്ഭുതങ്ങളുടെ വേലിയേറ്റമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങൾ അവർണ്ണനീയമാണ്, എണ്ണിയാൽ തീരാത്തതാണ്. അതോർത്ത് സ്തുതിപ്പാനാണ് ഇവിടെ ഈ ദിവസം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആഹ്വാനം നൽകുന്നത്. നമുക്കൊരുമിച്ച് പ്രതീക്ഷിക്കാം. മനുഷ്യപുത്രന്മാർ എന്ന് പറയുന്നൊരു വലിയ സമൂഹത്തെ കാക്കാം. ദൈവം പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അത്ഭുതങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഈ കേൾക്കുന്നതിൽ ഒത്തിരി പേർക്ക് അത്ഭുതങ്ങൾ ആവശ്യമാണ് താനും. ശാരീരിക, മാനസിക, കുടുംബപരമായ വിഷയത്തിൽ എൻ്റെ ദൈവമേ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരത്ഭുതം പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യപുത്രന്മാർ എന്ന ലെവലിലേക്ക് ദൈവം ചിലരെ കൊണ്ടുവരണമേ. അവരുടെ ലൈഫ് അത്ഭുതങ്ങളായി മാറട്ടെ. കുറേ കഴിയുമ്പോൾ എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങളുമായി തിരുസന്നിധിയിൽ നന്ദി കരേറ്റാൻ ദൈവം ഇടയാക്കണം. അതിലുള്ള അവസരങ്ങൾ ഒരുക്കണം. മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങൾ അതിനായി ദൈവസന്നിധിയിൽ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.